നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്ന് തികച്ചും അളന്നു മുറിച്ചതുപോലെ കൃത്യമായ ഒരകലത്തിലാണ് നിലകൊള്ളുന്നത് എന്ന്. ഈ ദൂരം ഒരൽപ്പം കുറഞ്ഞിരുന്നെങ്കിൽ തീവ്രമായ ചൂടിൽ ഭൂമി കരിഞ്ഞുണങ്ങിപ്പോകുമായിരുന്നു. ഇനി ഒരൽപ്പം ദൂരം കൂടിയിരുന്നെങ്കിലോ സമുദ്രങ്ങൾ തണുത്തുറഞ്ഞ് ജീവൻ അസാധ്യമാകുമായിരുന്നു. നമ്മുടെ കാലാവസ്ഥ, സൂര്യപ്രകാശം, അന്തരീക്ഷം, സമുദ്രങ്ങൾ എന്നിവയുടെയെല്ലാം സൂക്ഷ്മമായ സന്തുലനം നിലനിർത്തുന്നതും ഈ ദൂരം തന്നെയാണ്. ഭൂമി കറങ്ങുന്ന വേഗതയിലും ഈ കൃത്യമായ അളവ് കാണാം. ഈ വേഗത ഒരൽപ്പം കൂടിയാൽ അതിശക്തമായ കാറ്റുകൾ ലോകമെങ്ങും വീശിയടിച്ച് എല്ലാം തകർത്തെറിയുമായിരുന്നു. ഇനി ഒരൽപ്പം കുറഞ്ഞാലോ പകലിന് തീവ്രമായ ചൂടും രാത്രിക്ക് ഭീകരമായ തണുപ്പും അനുഭവപ്പെടും. ഈ കൃത്യമായ കറക്കം കാരണമാണ് നമുക്ക് സ്ഥിരതയുള്ള ദിനരാത്രങ്ങൾ ലഭിക്കുന്നത്. ചന്ദ്രനും ഭൂമിയും തമ്മിലും ഇതുപോലെ തികച്ചും കൃത്യമായ ദൂരവും ഭ്രമണരീതിയും ഉണ്ട്. ചന്ദ്രനാണ് ഭൂമിയുടെ അച്ചുതണ്ടിനെ താങ്ങി നിർത്തി സ്ഥിരമായി നിലനിർത്തുന്നത്. ഈ സ്ഥിരതയാണ് നമ്മുടെ ഋതുക്കളെ താളം തെറ്റാതെ നിലനിർത്താൻ സഹായിക്കുന്നത്. ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറിയാൽ ഭൂമിയിലെ കാലാവസ്ഥ ഓരോ നിമിഷവും അനിയന്ത്രിതമായി മാറുമായിരുന്നു. മാത്രമല്ല, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം ഭൂമിയുമായി ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും അതിന്റെ സ്ഥാനവും കൃത്യമായ കണക്കനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. വ്യാഴത്തിന്റെ ഭീമാകാരമായ ഗുരുത്വാകർഷണം ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന വാൽനക്ഷത്രങ്ങളുടെയും ക്ഷുദ്രഗ്രഹങ്ങളുടെയും സഞ്ചാരപഥങ്ങളെ വ്യതിചലിപ്പിക്കുകയോ തടഞ്ഞു നിർത്തുകയോ ചെയ്തുകൊണ്ട് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. അതായത്, ഭൂമിയും വ്യാഴവും തമ്മിലുള്ള ദൂരം ഒരൽപ്പം മാറിയിരുന്നെങ്കിൽ ഉൽക്കകളോ വാൽനക്ഷത്രങ്ങളോ ഭൂമിയിൽ വന്നു പതിക്കുകയും നമ്മൾ ആരും തന്നെ ഇവിടെ അവശേഷിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നർത്ഥം. ഇതുതന്നെയാണ് അള്ളാഹു നമ്മോട് ഖുർആനിലൂടെ പറയുന്നത്. നിശ്ചയമായും നാം എല്ലാ വസ്തുവെയും ഒരു കൃത്യമായ അളവനുസരിച്ചാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഈ ഗ്രഹം ഒരു സാധാരണ പാറക്കെട്ടല്ല. പ്രപഞ്ചനാഥൻ അത്ഭുതകരമായ കൃത്യതയോടെ തികഞ്ഞ കണക്കുകളോടെ നമുക്കായി ഒരുക്കിയ വാസസ്ഥലമാണ്. അല്ലാഹു അക്ബർ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച ഖുർആൻ പറഞ്ഞ ഈ സത്യങ്ങളെ ഏകദേശം 50 മുതൽ 100 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ശാസ്ത്രം തെളിയിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചു? നിശ്ചയമായും ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളും അല്ലാഹു അക്ബർ എന്ന് കമന്റ് ചെയ്യൂ. കൂടുതൽ വിസ്മയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്.